തൃശ്ശൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് മക്കൾക്ക് ബുക്ക് മേടിക്കാനായിട്ടാണ് പോകണട്ടോ. അപ്പൊ ഞങ്ങള് കുന്നംകുളത്ത് നിന്നാണ് മേടിക്കാറ്. എനിക്ക് റോട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്നാണ് ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളിന്ന് ഞാനും മക്കളും കൂട്ടിയിട്ടാണ് പോണത്. നമ്മള് അയ്യന്തോൾ വഴിക്കാണ് കിടന്നിട്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റോഡ് പണി നടക്കുന്ന കാരണം ഈ വഴിക്കാണ് നമ്മൾ പോണട്ടോ. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് പോണത്. അപ്പോൾ ലുലു കൺവെൻഷൻ സെൻറ്റർ പിള്ളേരുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അതൊക്കെ കാട്ടി കൊടുത്ത് നല്ല ചിരിയും കളി തമാശയ്ക്കായിട്ട് ഞങ്ങൾ പോകണ്ടായിരുന്നില്ല. ആകെ ഒരു കുറവ് ഭാര്യ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒന്നും വരാനായിട്ട് പറ്റില്ല. അപ്പോൾ റോഡ് നമ്മൾ പുഴയ്ക്കൽ എത്തിയിട്ടാണ്. റോഡ് ഭയങ്കര മോശമാണ്. വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് റോഡ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഒരു സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, മറ്റു സൈഡ് പൊളിച്ചിട്ട പോലെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ കേച്ചേരി വഴി ഓപ്പൺ ആയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വഴിക്കാണ് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ കേച്ചേരി സെൻറ്റർ എത്തി. പിന്നെ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ കോൺക്രീറ്റിങ് തന്നെയാണ് അവിടെ ചെയ്യുന്നത് വിചാരിച്ചിരുന്നത്. പക്ഷേ കോൺക്രീറ്റ് എന്നല്ല അവിടെ ചെയ്തേക്കണം കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ സാധാ മെക്കാഡം ടാറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കേച്ചേരി സെൻറ്റർ കഴിഞ്ഞ് പിന്നെ പാലമൊക്കെ വരുന്നുണ്ടല്ലോ. ആ പാലം അവിടെ നിന്നൊക്കെ ഭയങ്കര മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മെറ്റിലിട്ടിട്ടുണ്ട്, ടാറിങ് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു ഇത്ര ദിവസം. അപ്പം അതുകൊണ്ടാണെന്നുകൊണ്ട് ഇത്രയ്ക്ക് നേരം വൈകിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അപാകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വീതിയില്ല. കാരണം വെച്ചാൽ ഇത്രയും പൊളിച്ച് പണിയുന്ന സ്ഥിതിക്ക് റോഡൊന്ന് വീതി കൂട്ടിയിട്ട് ഇവർക്ക് പണിയായിരുന്നു എന്ന് തന്നെ ഒരു തോന്നിയിട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങളിത് ചൂണ്ടിൽ എത്താറായി. ചൂണ്ടിൽ നിന്ന് പിന്നെ കുറച്ച് കിലോമീറ്ററാണ് നമ്മുടെ കുന്നോളത്തേക്കുള്ളൂ. കുന്നോളം സെൻറ്ററിൽ എത്തി നമുക്ക് അവിടുന്ന് റൈറ്റ് തിരിയാൻ വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഉള്ളിലാണ് കേട്ടോ നമ്മൾ പോകണ കട. ബുക്ക് മേടിക്കാനായിട്ട് ഹോൾസെയിൽ കടയിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ ജയിച്ച കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ബുക്ക് മേടിച്ച് കൊടുക്കൽ നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മളവിടെ അറിയണ കാരണം നമ്മൾ അവിടെ നിന്നാണ് ബുക്ക് എടുക്കാന്ന് വെച്ചിട്ട് പ്രാവശ്യം വരുന്നേറുന്നത്. കഴിഞ്ഞ ദിവസം റൂട്ടിൽ പോയപ്പോൾ നമുക്ക് സമയം കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് ഞായറാഴ്ച പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എരുമപ്പെട്ടി റോഡിലേക്കാണ് കിടന്നിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നേരെ കുന്നോളത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ചെന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ പെരുമ്പിലാവ് റോഡിലേക്ക് കിടക്കണ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴിക്ക് കിടന്നിട്ടാണ് ഈ സ്ഥലം വരേണ്ടത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത് സൺ ബുക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഷോപ്പ് അന്ന് ചെറിയ ഷോപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിച്ച് വലിയ ഷോപ്പൊക്കെ ആയി. പുതിയ ബിൽഡിങ്ങാണ് അവരുടെ സ്റ്റോക്കൊക്കെ കണ്ടമാനുണ്ട്. അവിടെ നിന്ന് നമ്മൾ 2 ബുക്ക് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തോളൂ. ഒന്ന് ഒരു 25 രൂപയുടെ ബുക്കും പിന്നെ ഒരു 30 രൂപയുടെ ബുക്കൊക്കെയാണ് സെലക്ട് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർക്ക് ഇതെത്തുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ബുക്ക് അടിക്കണ സ്ഥലമായ കാരണമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അവിടെ വില കുറവ് കിട്ടാം. നമ്മൾ അവിടെ നിന്ന് 24 ബുക്കും പിന്നെ അതുപോലെ വേറെ സെപ്പറേറ്റും ബുക്ക് എടുത്തിട്ടാണ്. മൊത്തം നമുക്ക് ബില്ലായത് നമുക്കൊരു 800 രൂപയാണ് ഉണ്ടാകുക ആയത്. 800 രൂപ ആയിട്ടുള്ളൂ നമുക്ക്. നമ്മൾ ബുക്കും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് അലോഡല്ലായിരുന്നു. ഇന്ന് സ്റ്റാഫുകൾ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഓണേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കാരണം അവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പരിചയമുള്ള കാരണം അങ്ങനെ നമുക്ക് വേഗം എടുത്തു തന്നു. പാക്കിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിലാണ് ബുക്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മെഷീനിലാണ്. അപ്പോൾ 2 പേര് പുറത്ത് നിൽക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയറാൻ പറ്റില്ല. അവർ ചെരുപ്പ് ഷൂ ഒക്കെ അഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഴിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്ത് നിന്നാൽ മതി അവരെ പുറത്ത് നിർത്താൻ ചെയ്തത്. അപ്പോൾ അവരത് ആ ചേട്ടൻ ബുക്കൊക്കെ അതിന് മുകളിൽ വെച്ച് 2 സൈഡിലും പേപ്പറൊക്കെ വെച്ച് ഭയങ്കര പാക്കിങ് സൂപ്പറാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീടെത്തണവരെ അത് അഴിഞ്ഞ് പോയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആ ടാഗ് വെച്ച് അവർ കറക്റ്റ് ആ മെഷീനിൽ വലിച്ച് ടൈറ്റാക്കിയിട്ട് നമുക്ക് തരാം. കണ്ട അവരുടെ ആ പാക്കിങ്ങിൻ്റെ രീതിയൊക്കെ ഉണ്ടല്ലേ. എത്ര ബുക്ക് ഉണ്ടെങ്കിലും അവരത് ചട്ടയിലൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ് നമുക്ക് ഇതേപോലെ പാക്ക് ചെയ്ത് തരാം. അപ്പോൾ അതൊരു വീഡിയോ കാണുന്ന ആൾക്കാർക്കൊരു ഇത് ഉപകാരമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതേപോലൊരു ബുക്ക് അതേപോലെ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഇവിടെ നിന്ന് വന്നിട്ട് എടുക്കാം കേട്ടോ.
അവരെ എന്താ പറയുക, ഇവരെ പെരുമാറ്റം തന്നെ അടിപൊളിയാണ്. അവിടെ സ്റ്റാഫുകൾ എത്ര പേരുണ്ട് എനിക്ക് അറിയില്ല. ഞങ്ങൾ ഞായറാഴ്ച കാരണം ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് പോയത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവർക്ക് ബുക്ക് മറ്റേ ചട്ടിടാനായിട്ടുള്ള പേപ്പർ മേടിക്കണം, പേന മേടിക്കണം. ചെറിയൊരു ഷോപ്പിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.